ദൈവത്തിന് സ്തോത്രം. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 22-ാം സങ്കീർത്തനമാണ്. അത് കഷ്ടതയുടെ കരച്ചിലും സ്തോത്രഗീതവും എന്നാണ് അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു മശിഹ സങ്കീർത്തനമാണെന്നുള്ളത്. നമ്മുടെ കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് തൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. തൻ്റെ സങ്കടത്തെ ദൈവമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. തൻ്റെ കഷ്ടതകളെ വിവരിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ജനതയോട് ദൈവം കാണിച്ച കരുണകൾ, ഏതൊക്കെ അവസരങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനതയെ കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു, വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ചു എന്നുള്ള സാക്ഷ്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിൽ നിലവിളിച്ച ഒരു വാക്കാണിത്, അല്ലെങ്കിൽ ഒരു കരച്ചിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദാവീദ് പറയുകയാണ്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും എന്താണ് അങ്ങ് അകന്നു നിൽക്കുന്നതെന്ന്. ഇതേ അവസ്ഥ തന്നെ നമുക്ക് ഗത്സമന തോട്ടത്തിൽ കർത്താവ് അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് തൻ്റെ വേദന മുഴുവനും വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ മുൻപിലിരിക്കുകയാണ്. വളരെ വേദനയേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകണമെന്ന് തനിക്കറിയാമായിരുന്നു. താൻ ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട് ഒരു ആട്ടിൻകൊറ്റനായി മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്ക് പകരമായി അറുക്കപ്പെടുവാൻ പോകുകയാണ് എന്നുള്ള വിവരം കർത്താവിനറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേദനയോടെ ഗത്സമനയിൽ പ്രാർത്ഥിച്ചത്. ആ സമയത്ത് വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയാണ് ശരീരത്തിൽ നിന്നും പുറത്തു വന്നത് എന്ന്. അപ്പോൾ അത്രയധികം വേദന കർത്താവ് അനുഭവിച്ചു. പിന്നീട് കർത്താവ് അതിൻ്റെ പിറ്റേ ദിവസം കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശും ചുമന്നുകൊണ്ട് പോയി അവിടെ യഹൂദന്മാരാൽ, റോമ ഗവൺമെൻറ്റിനാൽ ക്രൂശിൽ തറയ്ക്കപ്പെടുകയാണ്. തൻ്റെ കാലുകളും കൈകളും അവർ ആണിയടിച്ച് കർത്താവിൻ്റെ അത്രയും ഭാരം ആ ആണിയിൽ തൂങ്ങിക്കിടന്ന് അങ്ങനെയുള്ള വേദനയും അനുഭവിച്ചു എന്നുള്ളതും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവർ എൻ്റെ കാലുകളെയും കൈകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. അതുപോലെ കർത്താവിൻ്റെ വസ്ത്രത്തിനായി അവർ ചീട്ടിട്ടു. ഇതെല്ലാം ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ദാവീദിൻ്റെ കൈകളോ കാലുകളോ അവർ തുളച്ചില്ല. ദാവീദിൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടുമില്ല. എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് മരണ സമയത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ദാവീദ് പ്രവചനമായിട്ട് പറയുന്നതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് മനസ്സിലാകുന്നത്? എത്രമാത്രം വേദനയാണ് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചത്. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി തരികയായിരുന്നു. അതിനുള്ള നന്ദി നമുക്ക് ശരിയായ വിധത്തിൽ പ്രകടിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ
നാം ഈ സങ്കീർത്തനം എടുത്തു വെച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ക്രൂശിനോട് കുറച്ചൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. കുറച്ചേ സാധ്യമാകുകയുള്ളൂ. കാരണം അത് നമ്മുടെ ഇമാജിനേഷനിലാണ് അത് വരുന്നത്. പക്ഷേ കർത്താവ് അവിടെ ആശ്ചര്യമായി തൻ്റെ ശരീരത്തിൽ ആ വേദന അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ ഈ സങ്കീർത്തനം വായിച്ച് നാം എന്താണ് ചെയ്യേണ്ടത്? ധ്യാനിച്ച് കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം വേദന അനുഭവിച്ചത് കൊണ്ടാണ് നമ്മെ ഈ പാപത്തിൽ നിന്നും വിടുവിച്ചത്. എന്നിട്ടും കർത്താവ് അത് പറയുന്നത് എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒന്നും ഇനി രക്ഷിക്കപ്പെടാനായിട്ട് ബന്ധപ്പെടണ്ട. ഞാൻ നിങ്ങൾക്ക് അതായത് രക്ഷ സൗജന്യമായി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേദന മുഴുവനും ക്രൂശിൽ അനുഭവിച്ചത്. ഇങ്ങനെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപാകെ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ആരാണ് അതിൽ നിന്നും പിന്മാറ്റുന്നത്? അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കാൽവറിയിലെ സ്നേഹത്തെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. നമുക്കത് സാധ്യവുമല്ല. ഈ കാൽവറിയുടെ ധ്യാനത്താൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നന്ദി കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. സ്തോത്രം.